ഗുഡ് മോർണിംഗ്. ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് മെത്തേഡാണ്. അതായത് മൾട്ടിപ്ലിക്കേഷനിൽ ടീച്ചേഴ്സ് മെത്തേഡും സ്റ്റുഡൻസ് മെത്തേഡും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് മെത്തേഡ് ഏതൊക്കെ ടൈമിലാണ് അപ്ലൈ ചെയ്യുക കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് വരുന്ന കേസ്, അതായത് 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് കുട്ടികൾക്ക് തറവാണെങ്കിൽ, അതായത് നന്നായി ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നോ ആ കേസ് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റുഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതായത് 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് 10th ലെവലാണ് പഠിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പക്ഷേ 2 ഡിജിറ്റിന് 2 ഡിജിറ്റ് കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് മെത്തേഡാണ് കുറച്ചുകൂടിയും ബെറ്റർ. അപ്പോൾ നോക്കാം, ആദ്യം നമ്മൾ ഈ സ്റ്റുഡൻസ് മെത്തേഡ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് 4 കണ്ടീഷൻസ് നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്ന 4 കണ്ടീഷൻസ്. ഒന്ന് വരുന്നത് 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് വരുന്ന സമയത്ത്, മറ്റൊന്ന് 4 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് വരുന്ന സമയത്ത്, പിന്നെ 4 ഇൻറ്റു 3, അതായത് 4 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് ഇൻറ്റു 4 ഡിജിറ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് നമ്മൾ റോഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ക്വസ്റ്റ്യൻ എടുത്തിട്ട് 1 2 3 ഇൻറ്റു 4 5 6, അതായത് 123 ഇൻറ്റു 456, അതായത് ഇതും 3 ഡിജിറ്റ് നമ്പറാണ്, ഇതും 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ സ്റ്റുഡൻസ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക, ടീച്ചേഴ്സ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യുന്നത്, രണ്ടും ഡിസ്കസ് ചെയ്യുക. ആദ്യം നമ്മൾ ടീച്ചേഴ്സ് മെത്തേഡ് അറിയാം. ടീച്ചേഴ്സ് മെത്തേഡ് നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും. ഞാൻ ഇന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന മെത്തേഡാണ്. അപ്പോൾ ടീച്ചേഴ്സ് മെത്തേഡാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മൾ ടീച്ചേഴ്സ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാം, ആദ്യം എത്ര ഡിജിറ്റ് കൗണ്ട് ചെയ്യും, ഇത് എത്ര ഡിജിറ്റ് കൗണ്ട് ചെയ്യും. ഇത് നമുക്കറിയാം, ഇത് 3 ഡിജിറ്റ് നമ്പറാണ്, അതവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 2 3 ഇതിൻ്റെ ഓരോ ഡിജിറ്റിൻ്റെയും നമ്പർ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 1 ഇതിൻ്റെ പൊസിഷൻ എത്രയാണ്, 3rd പൊസിഷനാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 1നെ സെലക്ട് ചെയ്യുക, ആദ്യം 1നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് 1ൻ്റെ പൊസിഷൻ ഏതാ എത്രയാണെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3, ഇവിടെ 3rd പൊസിഷനാണ് 1 ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 1 ഏത് റോഡിൽ ചെയ്യണം എന്നറിയണമെങ്കിൽ നമുക്ക് ഈ 3 + 3 ചെയ്യുമ്പോൾ 6th റോഡിലായിരിക്കണം നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങേണ്ടതെന്ന് ഓർമ്മിക്കുക. 6th റോഡ് കിട്ടി. അപ്പോൾ 6th റോഡിൽ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ 1നെ സെലക്ട് ചെയ്താൽ 1ൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ 1നെ ഈ റൈറ്റിലെ ഓരോ ഡിജിറ്റിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം 1 ഇൻറ്റു 4 ചെയ്യണം, എന്നിട്ട് റോഡിലേക്ക് പ്ലേസ് ചെയ്യുക. പിന്നെ 1 ഇൻറ്റു 5 ചെയ്യണം, പിന്നെ 1 ഇൻറ്റു 6 ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം 1 ഇൻറ്റു 4 ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് റോഡ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. റോഡ് സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ വന്നത് 6th റോഡാണ്. 6th റോഡ് എന്ന് പറയുന്നത് നമ്മൾ ടൂളിലേക്ക് വരുന്ന സമയത്ത് 6th റോഡ് വരുന്നത് ഇവിടെ 1 2 3 4 5 6 ഇതാണ് 6th റോഡ് വരിക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, 1 ഇൻറ്റു 4 ചെയ്യണം. 1 ഇൻറ്റു 4 ചെയ്യണം. 1 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ഇതാണ് 6th റോഡ് നമ്മൾ പറഞ്ഞു. 1 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4 ആണ്. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 1 ഡിജിറ്റാണ് കിട്ടുന്നത്, നമ്മൾ എന്തിലേക്ക് മാറ്റണം, 2 ഡിജിറ്റിലേക്ക് മാറ്റണം. അതായത് 0 4 എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, ടൂൾ സെറ്റാക്കണം. അതായത് 0 4 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ടൂളിലേക്ക് എഴുതുക. അപ്പോൾ ഇതാണ് 6th റോഡ്. അപ്പോൾ ഇവിടെ 0യും ഇവിടെ 4 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി 1നെ എന്ത് ചെയ്യണം, 5നെ കൊണ്ട് ഡിജിറ്റ് ചെയ്യുക. എവിടെയാണ് എന്ത് ചെയ്യുന്നത് അത് അവിടെ കൈവെക്കുക. അവിടെ ഞാൻ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1നെ നെക്സ്റ്റ് 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 5 നമുക്കറിയാം 5 ആണ്. അപ്പോൾ 0 5, അപ്പോൾ ഇവിടെ 0യും ഇവിടെ 5 ആഡ് ചെയ്യുക. പിന്നെ 1 ഇൻറ്റു 6, ഇവിടെ 6 എന്ന് പറയുമ്പോൾ 0 6, ഇവിടെ 0യും ഇവിടെ 6 ആഡ് ചെയ്യുക. അപ്പോൾ 1ൻ്റെ കേസ് നമ്മൾ കംപ്ലീറ്റ് ആയി. അതായത് 1നെ റൈറ്റിൽ 3 ഡിജിറ്റോട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 1നെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. നെക്സ്റ്റ് 2നെ സെലക്ട് ചെയ്യുക. 2നെ സെലക്ട് ചെയ്യുന്നത് 2ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. 1 2, ഇത് 2nd പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 3യും കൂടി ആഡ് ചെയ്തിട്ട് 5th റോഡിലായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടുത്തെ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ 1 2, 2nd പൊസിഷനാണ് 2 ഇരിക്കുന്നത്. 2 ഇവിടുത്തെ 3യും ഇത് മൊത്തം എത്രയാണോ ഡിജിറ്റ് അത് ഇവിടെ ആഡ് ചെയ്യും. 5 5th പൊസിഷനായിരിക്കണം. 5th പൊസിഷനായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5th
റോഡ് എന്ന് പറയുന്നത് 1 2 3 4 ഇതാണ് 4 വരെ. അപ്പോൾ ഇതാണ് 5. അപ്പോൾ ഇവിടെ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി 2 × 4 എന്ന് പറയുമ്പോൾ 8 ആണ്. 8 എന്ന് പറയുമ്പോൾ 0 8 ചെയ്യുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് 8 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് 10 ലെസ് 2 ചെയ്യണം. ആഡ് 10 ഇവിടെ ഡയറക്റ്റ് എടുക്കാനില്ല. അപ്പോൾ ആഡ് 50 ലെസ് 40 10 കിട്ടി. ഇനി ലെസ് 2 ചെയ്യാൻ ലെസ് 5 ആഡ് 3 0 8 ചെയ്തു. ഇനി 2 × 5 10 ആണ്. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 0യും. ഇനി 2 × 6 12 ആണ്. ഇവിടെ 1ഉം ഇവിടെ 2. ഓക്കെ. അപ്പോൾ 2നെ നമ്മൾ ഈ 3 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 2നെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് 3 ആണ്. ഇത് ടീച്ചേഴ്സ് മെത്തഡാണ് പറയുന്നത്. അപ്പോൾ 3ൻ്റെ പൊസിഷൻ തന്നെ ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ 1 പ്ലസ് ഇവിടുത്തെ 3യും 4th പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഓർമ്മിക്കുക. 4th പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ ഡോട്ടാണ് 4th പൊസിഷൻ വരിക. അപ്പോൾ ആദ്യം 3 × 4 ചെയ്യണം. അപ്പോൾ 12 ആണ്. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2 ചെയ്യണം. 1 ചെയ്യാൻ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആഡ് 5 ലെസ് 4 ഇവിടെ 2 ചെയ്യുക. ഇവിടെയാണ് എൻ്റെ ഇതാണ് കൈ വെക്കുക. ഇനി 3 × 4 ആ 12. ഓക്കെ. നെക്സ്റ്റ് 3 × 5 15. ഇവിടെ 1ഉം ഇവിടെ 5 ചെയ്യണം. ഇവിടെ 1 ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് 10 ലെസ് 9. ഇവിടെ 5 ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി 3 × 6 18 ആണ്. 1 8 ഇവിടെ 8 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ 56088. നമുക്കിപ്പം കിട്ടിയ ആൻസർ എത്രയാണ്? 56088 ആണ്. ഇത് ടീച്ചേഴ്സ് മെത്തേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഓക്കെ. രണ്ടും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഇനി സ്റ്റുഡൻസ് മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാമെന്നറിയാം. സ്റ്റുഡൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 1 2 3 × 4 5 6 എന്നാണെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പായി തിരിക്കണം. ഗ്രൂപ്പായി തിരിക്കുക എന്ന് പറയുന്നത് 2 ഡിജിറ്റ് ഇങ്ങനെ 2 ഡിജിറ്റിനെ അത് 2 2 ഡിജിറ്റായിട്ട് എന്ത് ചെയ്യുക? എടുക്കുക. ആദ്യത്തെ 2 ഡിജിറ്റിനെ ഒരു ഗ്രൂപ്പാക്കുക. പിന്നെ 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 ഡിജിറ്റാണ് അവിടെ എന്ത് ചെയ്യുക? അവിടെ സെപ്പറേറ്റ് ചെയ്യുക. ഇനി ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. ആ 2 ഡിജിറ്റിനെ എടുക്കുക. ഓക്കെ. അതായത് രണ്ട് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് ഗ്രൂപ്പാക്കി എടുക്കുക ചെയ്യുക. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ജോഡിയെ കിട്ടിയിട്ടുള്ളൂ. മറ്റേത് അവിടെ ലെഫ്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ 2 ഡിജിറ്റ് കിട്ടിയിട്ടുണ്ട്. ബാക്കി വരുന്നത് ലെഫ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇതിന് പൊസിഷൻ ഇട്ട് കൊടുക്കുക. അതായത് ഇവിടുന്ന് 1 2 3 ഇവിടെയും 1 2 3 ഈ രീതിയിൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ആദ്യം 12 × 45 ചെയ്യണം. 12 × 45 അതായത് ഓർമ്മിക്കുക. നമുക്കിപ്പോൾ ഇതിന് നമ്മൾ ഗസ്റ്റായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. ഓർമ്മിച്ചേക്കാൾ ഒരു ടിപ്സ് പറയുന്നതാണ്. ഇപ്പോൾ 2 അതിഥികളുണ്ട്. നമുക്ക് 2 ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 45 എന്ന് പറഞ്ഞ ഒരാളും 6 എന്ന് പറഞ്ഞ ആളും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്കിപ്പോൾ ഒരു ജ്യൂസ് അല്ലെങ്കിൽ കടികളൊന്നും കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ചായ കൊണ്ടുവന്നു. 12 ചായ ആണെങ്കിൽ നമ്മൾ ഈ 12 എന്ത് ചെയ്യണം? ഈ 45നും കൊടുക്കണം, 6നും കൊടുക്കണ്ടേ? അപ്പോൾ ആദ്യം എന്തിനാണ് 12 × 45 ചെയ്യണം. ഈ 12 ആർക്കും കൂടി കൊടുക്കണം? 6നും കൂടി കൊടുക്കണം എന്ന് ഓർമ്മിക്കുക. നെക്സ്റ്റ് അടുത്തത് ഒരു കടിയാണെങ്കിൽ എന്താക്കണം? 45നും കൊടുക്കണം. ഒരാൾക്ക് മാത്രം കൊടുക്കില്ലല്ലോ. അപ്പോൾ 3 × 45 ചെയ്യണം. പിന്നെ 3 × 6 ചെയ്യണം. ഓക്കെ. ഇനി ഇതിന് ഏത് റോഡിൽ പ്ലേസ് ചെയ്യണമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്ലേസ് ചെയ്യാനിൽ റോഡ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് പറയാം. ഇവിടെ നോക്കാം. ഇപ്പോൾ 12 നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ 12ൻ്റെ ഇവിടെ വരുന്ന 2 പൊസിഷൻ വരുന്നുണ്ട്. 3 ഉണ്ട് 2 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതിൽ ഏത് പൊസിഷനാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് വാല്യൂ ഏതാ വരുന്നതെന്ന് ഓർക്കുക. അതായത് ഡിജിറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 സെലക്ട് ചെയ്യണം. 3 പ്ലസ് ഈ 45ൻ്റെത് നോക്കേ. ഈ 45ൻ്റെയും ഹയസ്റ്റ് പൊസിഷൻ വരുന്നത് 3 ആണ്. 3 അതായത് 12 × 45 ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യണം? 6th റോഡിൽ പ്ലേസ് ചെയ്ത് തുടങ്ങും. 6th റോഡ് മുതൽ പ്ലേസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2 × 2 മൾട്ടിപ്ലിക്കേഷൻ കുട്ടികൾക്ക് എപ്പോൾ തറവാന്നോ, അതായത് നന്നായി ചെയ്യാൻ പറ്റുന്നോ ആ സമയത്ത് നിങ്ങളിത് അപ്ലൈ ചെയ്യുക. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? 12 × 45 എന്നുള്ളത് അവരുടെ മൈൻഡിൽ തന്നെ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ആ ആൻസർ അവർ എന്ത് ചെയ്യും? 6th പൊസിഷനിൽ നിന്ന് പ്ലേസ് ചെയ്യും. 6th പൊസിഷൻ മുതൽ പ്ലേസ് ചെയ്ത് തുടങ്ങും. നെക്സ്റ്റ് വരുന്നത് 12 × 6 ചെയ്യണം. 12 × 6ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കിയാൽ ആദ്യം നമുക്കിവിടെ 12 വരുമ്പോൾ 3 ആണ് ഹയസ്റ്റ് പൊസിഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തു.
6ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ 1 ആണ്. അപ്പോൾ 12 × 6 ചെയ്ത് കിട്ടുന്നത് 4th റോഡിൽ പ്ലേസ് ചെയ്ത് തുടങ്ങണം. ഇനി 3 × 45 എന്ന് പറയുമ്പം ഇതാണ് 3, ഇത് × 45 ആണ്. ഓക്കെ, അപ്പോൾ 3ൻ്റെ പൊസിഷൻ വരുന്നത് 1ഉം 45ൻ്റെ പൊസിഷൻ ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ 2 പൊസിഷൻ ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമുക്കറിയാം ഹയസ്റ്റ് ഏതാണോ വരുന്നത് അതേ സെലക്ട് ചെയ്യുക. അപ്പോൾ 3, അപ്പോൾ ഇതും അപ്പോൾ 1 + 3 എന്നാണ് കിട്ടിയത്. അതായത് 4th പൊസിഷനിലായിരിക്കണം, റോഡിൽ നിന്നായിരിക്കണം പ്ലേസ് ചെയ്ത് തുടങ്ങും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഈ 4th റോഡിൽ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. നെക്സ്റ്റ് 3 × 6 18 ആണ്. സോറി, നമുക്കിപ്പോൾ റോഡാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെയും 1 ആണ് വന്നത്. 1 + 1 സെക്കൻഡ് റോഡിൽ പ്ലേസ് ചെയ്യുക. ഇതാണ് റോഡ് സെലക്ഷൻ. ഇനി ഇതിനെ സെക്കൻഡ് പാർട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടിലിടാം.